നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരു രസകരമായ കഥയെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു. ഈ കഥ വാരണാസിയിലെ ഗംഗാ നദിയുടെ തീരത്ത് ഒരു ചെറിയ കുടിലിൽ നടക്കുന്നു. ആ കുടിലിൽ ശിവയ്യ എന്നൊരു വൃദ്ധൻ താമസിക്കുന്നു. അവന്റെ പ്രായം ഏകദേശം 80 വയസ്സിനോട് അടുക്കുന്നു. അവന്റെ ജീവിതം ലളിതമാണ്. ദിനവും തന്റെ മീൻപിടി വലയുമെടുത്ത് ഗംഗയിലേക്ക് പോവുക, പിടിച്ച മീനുകളാൽ വയറു നിറയ്ക്കുക. ഇതാണ് അവന്റെ ദൈനംദിന ജീവിതം, അവന്റെ ജീവനോപാധി. ഒരു ദിവസം ശിവയ്യ ഗംഗയിൽ നിന്ന് മീൻ പിടിച്ച് വീട്ടിലേക്ക് മടങ്ങി. വീടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തി. ഒരു നിമിഷം ഞാൻ വന്നത് എന്റെ വീട്ടിലേക്ക് തന്നെയാണോ എന്ന് അവൻ സംശയം തോന്നി. പക്ഷേ കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ഇത് തന്റെ വീട് തന്നെയാണെന്ന് ഉറപ്പാക്കി അവൻ അകത്തേക്ക് കയറി. അവിടെ അല്പം ദൂരെയുള്ള കട്ടിലിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അവളുടെ സൗന്ദര്യം ആരെയും എളുപ്പം ആകർഷിക്കാൻ കഴിയുന്ന മനോഹരമായിരുന്നു. ശിവയ്യയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അവന്റെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ കറങ്ങി. ഇവൾ ആർ? ഇവിടെ എന്തിനു വന്നു എന്ന് സ്വയം ആലോചിച്ച് അവളെ വിളിച്ചു. ആദ്യം അവൾ ഒരു മറുപടിയും നൽകിയില്ല. പക്ഷേ കുറച്ചു സമയത്തിനു ശേഷം അവൾ എഴുന്നേറ്റ് ശിവയ്യയെ സ്നേഹത്തോടെ നോക്കി. എന്നിട്ടും ശിവയ്യയുടെ മനസ്സ് ആശയക്കുഴപ്പത്തിലായിരുന്നു. നീ ആർ? ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് നേരിട്ട് ചോദിച്ചു. അവൾ കൈകൾ കൂപ്പി, എന്റെ പേര് രാധ. ഇപ്പോൾ ഇതിലും കൂടുതൽ എനിക്ക് പറയാൻ കഴിയില്ല. ദയവു ചെയ്ത് എന്നെ കുറച്ചു ദിവസം ഇവിടെ താമസിക്കാൻ അനുവദിക്കൂ എന്ന് വിനയവും വിഷാദവും കലർന്ന ശബ്ദത്തിൽ അപേക്ഷിച്ചു. പക്ഷേ ശിവയ്യ ഇല്ല, അത് പറ്റില്ല എന്ന് വ്യക്തമായി പറഞ്ഞു. അവൾ വീണ്ടും കെഞ്ചി കണ്ണീരോടെ യാചിച്ചു. അവളുടെ വിഷമം കണ്ട് ശിവയ്യയ്ക്ക് സഹതാപം തോന്നി. അവളെ താമസിക്കാൻ അനുവദിച്ചു. എന്നാൽ അവൾ മുന്നോട്ട് വെച്ച ഒരു നിബന്ധന ശിവയ്യയെ ഞെട്ടിച്ചു. അവൾ അവന്റെ അടുത്ത് വന്ന് എന്നെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചു. ഞെട്ടലിൽ നിന്ന് മോചിതനായ ശിവയ്യ, ഇല്ല, ഇതിന് ഞാൻ സമ്മതിക്കില്ല. നിന്റെ പ്രായം എത്ര? എന്റെ പ്രായം എത്ര? നീ ശരിയായി സംസാരിക്കുന്നുണ്ടോ എന്ന് ആക്രോശിച്ചു. എന്നാൽ രാധ ഉറച്ച ശബ്ദത്തിൽ, എല്ലാം അറിഞ്ഞാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നെ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞു. ശിവയ്യയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഈ സുന്ദരിയായ പെൺകുട്ടി എന്തിനാണ് തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? അവന്റെ മനസ്സിൽ ലക്ഷക്കണക്കിന് ചോദ്യങ്ങൾ കറങ്ങി. എന്നിട്ടും അവളുടെ വാക്കുകളെ തിരസ്കരിക്കാൻ കഴിയാതെ അവൻ സമ്മതിച്ചു. ആ വൃദ്ധ മീനവൻ ആ സുന്ദരിയായ പെൺകുട്ടിയോടൊപ്പം ആ ചെറിയ കുടിലിൽ വിവാഹം കഴിച്ച് ഒരു പുതിയ ജീവിതം തുടങ്ങി. ആ രാത്രി ശിവയ്യ എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവന്റെ മനസ്സ് ആ ചോദ്യങ്ങളാൽ നിറഞ്ഞിരുന്നു. ഒരു നിമിഷം ഇതെല്ലാം ഒരു മിഥ്യയാണോ എന്ന് തോന്നി. പക്ഷേ പിറ്റേന്ന് രാവിലെ സൂര്യന്റെ ആദ്യ കിരണം ജനാല വഴി അകത്തു വന്ന് അവന്റെ മേൽ വീണപ്പോൾ ഇത് മിഥ്യയല്ല, യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായി. പതിവ് പോലെ ആ ദിവസവും ശിവയ്യ തന്റെ വലയുമായി ഗംഗയിലേക്ക് പോയി. രാധ അവനെ നോക്കി, ഇപ്പോൾ പോകുന്നു? ഇന്ന് തീർച്ചയായും നല്ലത് നടക്കും എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശിവയ്യ ഒന്നും മിണ്ടാതെ ഭാവമില്ലാതെ മുന്നോട്ട് നടന്നു. ആ ദിവസം മുഴുവൻ ഗംഗയിൽ വല വീശിയിട്ടും ഒരു മീൻ പോലും കിട്ടിയില്ല. അതുമാത്രമല്ല, മീൻ പിടിക്കുന്നതിൽ അവന്റെ താൽപര്യം നഷ്ടപ്പെട്ടിരുന്നു. വെറും വലയുമായി വീട്ടിലേക്ക് മടങ്ങി. രാധ അവനെ കണ്ട്, എന്തെങ്കിലും മീൻ കിട്ടിയോ എന്ന് ചോദിച്ചു. ഇല്ല, ഒന്നും കിട്ടിയില്ല എന്ന് ശിവയ്യ മറുപടി പറഞ്ഞു. ശരി, കുഴപ്പമില്ല, സന്തോഷത്തിൽ മാത്രമല്ല കഷ്ടപ്പാടിലും ഒരുമിച്ച് നിൽക്കാം എന്ന് രാധ പറഞ്ഞു. ശിവയ്യ ഒന്നും മിണ്ടാതെ മൗനമായിരുന്നു. ഇരുവർക്കും ഇടയിൽ നിശബ്ദത നിറഞ്ഞു. പിറ്റേന്ന് രാവിലെ ശിവയ്യ വീണ്ടും വലയുമെടുത്ത് ഗംഗയിലേക്ക് തയ്യാറായി. ഇന്ന് തീർച്ചയായും നല്ലത് നടക്കും എന്ന് രാധ വീണ്ടും പറഞ്ഞു. പക്ഷേ ശിവയ്യ അതിനെ ശ്രദ്ധിച്ചില്ല. ആ ദിവസം മുഴുവൻ വല വീശിയിട്ടും ഒരേ ഒരു മീൻ മാത്രമാണ് കിട്ടിയത്. അതുമെടുത്ത് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ രാധ അവനെ കണ്ട്, പാചകത്തിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് സ്വൽപ്പം വിഷമത്തോടെ ചോദിച്ചു. നിന്നോട് മുൻപേ പറഞ്ഞില്ലേ എന്റെ കൈവശം ഒന്നുമില്ലെന്ന് എന്ന് ശിവയ്യ മറുപടി പറഞ്ഞു. ശരി, ഈ മീനെ താ എന്ന് പറഞ്ഞ് രാധ ശിവയ്യയുടെ കയ്യിലുള്ള മീനെ എടുത്ത് അതിനെ കഷണങ്ങളാക്കി തീയിൽ വറുത്തു. ആ രാത്രി ഇരുവരും ആ ഒരു മീനിനെ പങ്കിട്ട് കഴിച്ച് സംസാരത്തിൽ മുഴുകി. അപ്പോൾ ശിവയ്യ തന്റെ ആകാംക്ഷ അടക്കാനാവാതെ ഇത്രനാൾ മനസ്സിൽ കിടന്ന ചോദ്യങ്ങൾ രാധയോട് ചോദിച്ചു. പറ രാധ, നീ ആർ? ഈ വൃദ്ധനെ എന്തിനാണ് വിവാഹം കഴിച്ചത് എന്ന് ഉത്സാഹത്തോടെ ചോദിച്ചു. രാധ മെല്ലെ ചിരിച്ച്, ഇപ്പോൾ ഇതിലും കൂടുതൽ പറയാൻ പറ്റില്ല, വൈകാതെ എല്ലാം നിനക്ക് മനസ്സിലാകും എന്ന് മറുപടി നൽകി. പക്ഷേ ഈ ഉത്തരം ശിവയ്യയെ തൃപ്തിപ്പെടുത്തിയില്ല. പിറ്റേന്ന് ശിവയ്യ പതിവ് പോലെ ഗംഗയിലേക്ക് പോയി മടങ്ങി. എന്നാൽ വീട്ടിലേക്ക് കയറിയപ്പോൾ എന്തോ അസ്വാഭാവികമായി തോന്നി. അകത്ത് പൂർണ്ണമായ മൗനം. രാധ, രാധ എന്ന് വിളിച്ചു. പക്ഷേ ഒരു മറുപടിയും വന്നില്ല. അപ്പോൾ അവന്റെ ദൃഷ്ടി മുറിയുടെ മൂലയിലുള്ള ഒരു പഴയ പെട്ടിയിലേക്ക് പോയി. ആ പെട്ടിയിൽ ശിവയ്യയുടെ അമ്മയുടെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അവൻ അതീവ സ്നേഹത്തോടെ സൂക്ഷിച്ചിരുന്നു.
അവ വെറും ആഭരണങ്ങൾ മാത്രമായിരുന്നില്ല, അവന്റെ അമ്മയുടെ ഓർമ്മകൾ. പെട്ടി തുറന്നിരിക്കുന്നത് കണ്ടപ്പോൾ ശിവയ്യയ്ക്ക് എന്തോ സംശയം തോന്നി. വേഗം ചെന്ന് പെട്ടി തുറന്നു നോക്കിയപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. കാരണം പെട്ടിയിൽ ഒരു ആഭരണം പോലും ഉണ്ടായിരുന്നില്ല. ഉടനെ അവൻ ഓടി തന്റെ സുഹൃത്ത് സോമയ്യയെ കണ്ടു. ശിവയ്യയുടെ കണ്ണീർ കണ്ട് സോമയ്യ, എന്താണ് ശിവയ്യ, എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു. ശിവയ്യ നടന്നതെല്ലാം വിവരിച്ചു. കുറച്ചു നേരം ആലോചിച്ച ശേഷം സോമയ്യ, നീ ഉടനെ മഹാറാണിയുടെ അടുക്കൽ പോ. അവർ തീർച്ചയായും നിനക്ക് നീതി നൽകും എന്ന് ഉപദേശിച്ചു. സോമയ്യയുടെ ഉപദേശപ്രകാരം ശിവയ്യ മഹാറാണിയുടെ കൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിന് മുന്നിൽ നിന്ന പടയാളികൾ ചോദിച്ചപ്പോൾ ഞാൻ മഹാറാണിയെ കാണണം എന്ന് പറഞ്ഞു. കുറച്ചു നേരത്തിനു ശേഷം പടയാളികൾ അവനെ അകത്തേക്ക് വിട്ടു. കൊട്ടാരം ഒരു അത്ഭുത ലോകമായിരുന്നു. തിളങ്ങുന്ന സ്വർണ്ണ സിംഹാസനങ്ങൾ, മിന്നുന്ന വിളക്കുകൾ, മനോഹരമായ ചിത്രങ്ങൾ. നടുവിൽ ഒരു മഹത്തായ സിംഹാസനത്തിൽ മഹാറാണി ഇരിക്കുന്നു. ശിവയ്യ, മഹാറാണി, എനിക്ക് നീതി വേണം എന്ന് പറഞ്ഞു. പ്രശ്നം എന്താണ്? പറ എന്ന് മഹാറാണി ചോദിച്ചു. ശിവയ്യ എല്ലാം വിശദമായി വിവരിച്ചു. ശരി, നിനക്ക് നീതി ലഭിക്കുന്നതിന് ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷേ ഒരു കാര്യം, നിന്റെ ആഭരണങ്ങളെക്കാൾ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ തന്നാൽ എടുക്കുമോ എന്ന് മഹാറാണി ചോദിച്ചു. ഇല്ല മഹാറാണി, എനിക്ക് എന്റെ ആഭരണങ്ങൾ മാത്രം മതി എന്ന് ശിവയ്യ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. മഹാറാണി മെല്ലെ ചിരിച്ച്, ശരി, അത് തന്നിട്ട് പോ എന്ന് പറഞ്ഞ് ശിവയ്യയുടെ വാക്കുകൾ കേൾക്കാതെ പുറത്തേക്ക് പോകാൻ ആജ്ഞാപിച്ചു. ആ രാത്രി മഹാറാണിയുടെ കൊട്ടാരത്തിൽ തന്നെ ശിവയ്യയ്ക്ക് ഒരു മുറി ഒരുക്കി. ശിവയ്യയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ആ രാത്രിയും അവൻ ഉറക്കം വന്നില്ല. പിറ്റേന്ന് രാവിലെ ശിവയ്യ വീണ്ടും സഭയിലേക്ക് ചെന്നു. ആ ദിവസം സഭയിൽ പതിവിനേക്കാൾ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശിവയ്യെ കണ്ടയുടനെ മഹാറാണി പടയാളികളെ നോക്കി, അത് കൊണ്ടുവാ എന്ന് പറഞ്ഞു. പടയാളികൾ ശിവയ്യയുടെ പെട്ടി കൊണ്ടുവന്നു. എടുത്തോ എന്ന് പറഞ്ഞ് മഹാറാണി മല്ലിക പെട്ടി ശിവയ്യയുടെ കയ്യിൽ കൊടുത്തു. ശിവയ്യ അത് തുറന്നു നോക്കി അത്ഭുതപ്പെട്ടു. അതിൽ അവന്റെ ആഭരണങ്ങൾ എല്ലാം യഥാസ്ഥാനത്ത് ഉണ്ടായിരുന്നു. മഹാറാണിക്ക് ജയ്, ഇത്ര വേഗം കള്ളനെ പിടിച്ചു. താങ്കളുടെ ഭരണം അത്ഭുതകരമാണ് എന്ന് ശിവയ്യ പ്രശംസിച്ചു. എല്ലാം ഉണ്ടോ എന്ന് മഹാറാണി ചോദിച്ചു. അതെ, എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ആ പെൺകുട്ടിയെ ഒരു തവണ കാണണം. അവൾ ഇതെല്ലാം എന്തിനു ചെയ്തു എന്ന് അറിയണം എന്ന് ശിവയ്യ പറഞ്ഞു. മഹാറാണി ഗൗരവത്തോടെ ചിരിച്ച്, ശരി, ഇന്ന് രാത്രി എന്റെ കൊട്ടാരത്തിലേക്ക് വാ, എല്ലാം നിനക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു. ശിവയ്യയ്ക്ക് ഒന്നും മനസ്സിലായില്ല. രാത്രി വന്നു. ശിവയ്യ മഹാറാണിയുടെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ മഹാറാണി മുഖം മറച്ചുമുണ്ട് വെച്ചിരുന്നു. നീ എന്തിനാണ് വന്നത് എന്ന് അവർ ചോദിച്ചു. സത്യം അറിയാൻ എന്ന് ശിവയ്യ മറുപടി പറഞ്ഞു. മഹാറാണി മുണ്ട് മാറ്റി. മുന്നിൽ നിന്നവളെ കണ്ട് ശിവയ്യ ഞെട്ടിപ്പോയി. കാരണം അവൾ രാധയാണ്. നീ പക്ഷേ ഇതെല്ലാം എന്തിനാണ് ചെയ്തത് എന്ന് ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു. നിനക്കുവേണ്ടി എന്ന് രാധ മറുപടി നൽകി. എനിക്ക് വേണ്ടിയോ എന്ന് ശിവയ്യ അത്ഭുതത്തോടെ നിന്നു. അതെ, 20 വർഷങ്ങൾക്ക് മുമ്പ് ഗംഗയിൽ മുങ്ങിപ്പോവുകയായിരുന്ന ഒരു പെൺകുട്ടിയെ നീ കരയിലേക്ക് കൊണ്ടുവന്ന് അവളുടെ ജീവൻ രക്ഷിച്ചു. ആ പെൺകുട്ടി ഞാനാണ്. ആ ദിവസം നീ ചെയ്ത സഹായം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ ഉള്ളത് എന്ന് രാധ ഓർമ്മിപ്പിച്ചു. ശിവയ്യ അവളെ നോക്കി, നീ നേരിട്ട് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോരായിരുന്നോ? ഇതെല്ലാം എന്തിന് എന്ന് ചോദിച്ചു. നീ എന്നെ വിശ്വസിക്കുമായിരുന്നോ? ഒരുവേള ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചാലും കുറച്ചു ദിവസം മാത്രമേ താമസിക്കുമായിരുന്നുള്ളൂ. അത് വേണ്ടെന്ന് വെച്ചാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. നിന്നെ ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ ആഭരണങ്ങൾ എടുത്തത്. അത്രമാത്രം നിന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചല്ല എന്ന് രാധ വിശദീകരിച്ചു. ഇപ്പോൾ നോക്കൂ, നീ രക്ഷിച്ച ആ ജീവൻ ഇന്ന് നിനക്ക് അപാരമായ ബഹുമാനം നേടിത്തന്നിരിക്കുന്നു. ഈ കൊട്ടാരത്തിലെ ഓരോ മുറിയും ഇപ്പോൾ നിന്റേതാണ്. ഈ സുഖങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം നിനക്കുവേണ്ടി എന്ന് അവൾ പറഞ്ഞു. ശിവയ്യ സ്വപ്നത്തിൽ പോലും ഇത്തരമൊരു അവിചാരിത സമ്മാനം കിട്ടുമെന്ന് കരുതിയിരുന്നില്ല. പക്ഷേ ഈ കഥ പറയുന്ന പാഠം ഒന്നുണ്ട്. നാം ചെയ്യുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചിലപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ പ്രതിഫലങ്ങൾ നൽകും. സുഹൃത്തുക്കളെ, ഈ കഥ കേട്ട ശേഷം നിനക്ക് എന്താണ് തോന്നിയത്? കമന്റുകളിൽ പറയൂ. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ രസകരമായ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.